ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. വിദ്യാരംഭ കാലമായ സരസ്വതി പൂജയുടെ മഹത്വമാണ് ഈ സമയത്ത് നമ്മൾ അറിയേണ്ടത്. ശരിക്കും വൃന്ദാവനത്തിൽ കാർത്യായനി പൂജ എന്ന് പറഞ്ഞ് ഗോപിക തമ്പുരാട്ടിമാർ നടത്തിയിരുന്ന പൂജയുടെ ഒരു പ്രതിഫലനമാണ് തെക്കോട്ട് നമ്മൾ സരസ്വതി പൂജയായിട്ട് കാണുന്നത്. അമ്മയെ 3 ഭാവത്തിലാണ് പ്രധാനമായിട്ട് കാണുന്നത്: ഭദ്രയായിട്ടും, മഹാലക്ഷ്മിയായിട്ടും, മഹാസരസ്വതിയായിട്ടും. ഇത് 3മാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നവരാത്രി ദിനങ്ങളിലെ പൂജയ്ക്കുള്ള ദേവീ സങ്കല്പം. സരസ്വതി, രസവതി, സരസ്വതി. വേദാത്മികയാണ് സരസ്വതി ദേവി. വെള്ളത്താമരയിലാണ് അമ്മ ആസനസ്ഥയായി അനുഗ്രഹിക്കുന്നത്. കയ്യിൽ മഹത്തായ വീണ വച്ചിരിക്കുന്നു. അത് സംഗീതത്തിൻ്റെ രൂപമാണ്. ഗുരുനാഥൻ പറയുന്നത്, സംഗീതമാകുന്ന ആഴക്കടലിൽ മുങ്ങിപ്പോകാതിരിക്കാൻ കയ്യിൽ തമ്പുരും വെച്ചുകൊണ്ട് വീണയും വെച്ചുകൊണ്ട് അമ്മ നിൽക്കുന്നു എന്നാണ്. അങ്ങനെ സംഗീത സ്വരൂപിണിയായിട്ട് സംഗീതം തന്നെ വൈഖരി രൂപത്തിൽ വന്നതാണ് ശ്രീ സരസ്വതി ഭാവം. എല്ലാ രീതിയിലും ഭദ്രം കരോതി ഭദ്രം, എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന ദേവിയാണ് ഭദ്രയായിട്ട് രൂപത്തിൽ കാണുന്നത്. പിന്നെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ അഷ്ടലക്ഷ്മി ഭാവത്തിൽ അമ്മ അനുഗ്രഹിക്കുന്നു. ഇതെല്ലാം ഈ നവരാത്രി ദിനങ്ങളിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉജ്ജയിനിലെ രാജകുമാരിയുടെ അഹങ്കാരം തീർക്കാനായിട്ട് ഇടയകുമാരനെ അവിടുത്തെ പണ്ഡിത മന്യന്മാർ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അത് കുലദേവതയായ ഭദ്രകാളി അനുഗ്രഹിച്ച് നാവിന്മേൽ അത് അമ്മയുടെ ശൂലാഗ്രം കൊണ്ട് പ്രണവമെഴുതി ഇടയനായിരുന്ന അറിവില്ലാതെ ശിരോമണിയായിരുന്ന ആ ബാലനെ, ആ കുമാരനെ അമ്മ തൻ്റെ ദാസനാക്കി കാളിദാസനാക്കി തീർത്തു. അതിൻ്റെ ഒരു രൂപമാണ്. അതിനുശേഷമാണ് ഈ വിദ്യാരംഭത്തിൽ കുഞ്ഞുങ്ങൾക്ക് നാവിൽ പ്രണവം എഴുതുന്ന ഒരു സമ്പ്രദായം തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ പ്രണവമാണ് ആദ്യം നാക്കിൽ എഴുതുന്നത്. അപ്പോൾ പിന്നെ അവരിൽ എല്ലാ തരത്തിലെ വരദാനവും കിട്ടുന്നു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം നേടുന്ന ഈ പുണ്യ സുദിനമാണ് സരസ്വതി പൂജയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ദേമജ ദിവ്യമതി സരസ്വതി, ദേമജ ദിവ്യമതി, ബ്രഹ്മാദിഗണ പൂജിതി സകലാ, പ്രാർത്ഥനാ ഹി കർത്തി സരസ്വതി, ദേമജ ദിവ്യമതി. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാർ പോലും പൂജിച്ച് ആരാധിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് ദേമജ ദിവ്യമതി സരസ്വതി, ദേമജ ദിവ്യമതി. എനിക്ക് നല്ല ബുദ്ധി തരിക എന്നാണ്. നല്ല ബുദ്ധി എന്ന് രാമകഥാമൃത സൂചിത സകല, പ്രാർത്ഥനാ ഹി കർത്തി സരസ്വതി, ദേമജ ദിവ്യമതി. രാമനാമം കീർത്തിക്കാനായിട്ടുള്ള ഒരു മതി എന്ന് പറയുമ്പോഴത്തേക്ക് ബുദ്ധി എന്നർത്ഥം. അപ്പോൾ രാമനാമം ജപിക്കാനുള്ള ഒരു അനുഗ്രഹം അമ്മേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്ന് ബ്രഹ്മാദികൾ പോലും സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പുണ്യദിനത്തിൽ നമുക്ക് അമ്മയുടെ ചരണങ്ങളിൽ നമിക്കാം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ.